ഷിസൂസ് കിഡ്സ് വേൾഡ്, a complete kids channel. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്യുക. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? ഇന്ന് ഒരു പ്രശസ്തനായ ഹിന്ദി ഗായകനെ കുറിച്ച് പറയാം. അദ്ദേഹം ഗായകൻ മാത്രമല്ല, ഒരു സകലകലാ വല്ലഭനായിരുന്നു. കിഷോർ കുമാർ എന്ന പേര് കേട്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും. കുഞ്ചാലാൽ ഗാംഗുലിയുടെയും ഗൗരി ദേവിയുടെയും മകനായി മധ്യപ്രദേശിലെ ഖാണ്ഡ്വയിൽ അഭാസ് കുമാർ ഗാംഗുലി എന്ന കിഷോർ കുമാർ ജനിച്ചു. ശാസ്ത്രീയമായി സംഗീതം പഠിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന് പാടുവാനുള്ള കഴിവുണ്ടായിരുന്നു. മൂത്ത സഹോദരൻ അശോക് കുമാർ ഒരു പ്രശസ്ത നടനായിരുന്നു. സഹോദരന്റെ സ്വാധീനത്തിൽ അദ്ദേഹം ബോംബെയിലേക്ക്, ഇന്നത്തെ മുംബൈ, ബോംബെയിലേക്ക് യാത്രയായി. ആദ്യം അഭിനയത്തിലേക്കായിരുന്നു അദ്ദേഹത്തിന്റെ താല്പര്യം. എന്നാൽ KL സൈഗാൾ എന്ന ഗായകനോടുള്ള വലിയ ആരാധന അദ്ദേഹത്തെ സംഗീതത്തിലേക്കും ആകർഷിച്ചു. സിനിമാഭിനയത്തിലുള്ള ശ്രമത്തിനിടെ ചില സംഗീത സംവിധായകർ അദ്ദേഹത്തിന്റെ സ്വാഭാവിക ശബ്ദ പ്രതിഭ തിരിച്ചറിഞ്ഞു. പ്രത്യേകിച്ച് SD ബർമൻ എന്ന പ്രശസ്തനായ സംഗീത സംവിധായകൻ. അദ്ദേഹത്തിന്റെ പ്രോത്സാഹനം കിഷോർ കുമാറിനെ പിന്നണി ഗായകനാക്കി. 1948 സിദ്ദി എന്ന സിനിമയിൽ പാടിക്കൊണ്ട് അദ്ദേഹം ഹിന്ദി ചലച്ചിത്ര ഗാനരംഗത്ത് തുടക്കം കുറിച്ചു. 1950 മുതൽ 80 വരെ മുഹമ്മദ് റാഫി, മുകേഷ് എന്നീ ഗായകരോടൊപ്പം കിഷോർ കുമാറും ഹിന്ദി ചലച്ചിത്ര സംഗീത രംഗത്ത് നിറഞ്ഞു നിന്നു. ഗായകൻ എന്നതിലുപരി ഗാനരചയിതാവ്, സംഗീത സംവിധായകൻ, നിർമ്മാതാവ്, സംവിധായകൻ, തിരക്കഥാകൃത്ത്, നടൻ എന്നീ നിലകളിലും അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ബോളിവുഡിലെ മുൻനിര താരങ്ങൾക്ക് കിഷോർ കുമാർ ശബ്ദം നൽകി. ആരാധന 1969 ഇറങ്ങിയത്. കട്ടി പതംഗ് 1971, അമർ പ്രേം, അജ്നബി 1974 വർഷത്തിൽ ഇറങ്ങിയ രാജേഷ് ഖന്നയുടെ നിരവധി ഹിറ്റ് ചിത്രങ്ങളിൽ അദ്ദേഹം പാടിയിട്ടുണ്ട്. മാത്രമല്ല ദേവാനന്ദന്റെ പിന്നണി ഗായകനും അദ്ദേഹം തന്നെയായിരുന്നു. മുനീം ജി 1955 ഇറങ്ങിയത്. ജ്വൽ തീഫ് 1967 എന്നീ ദേവാനന്ദ് ചിത്രങ്ങൾക്ക് കിഷോർ കുമാർ പാടിയിട്ടുണ്ട്. അമിതാഭ് ബച്ചന്റെ പ്രശസ്തമായ സിനിമകൾ ഡോൺ 1978 റിലീസ് ചെയ്തത്, നമക്കലാൽ, സത്യപേ സത്ത 1982 റിലീസ് ചെയ്തത് എന്നിവയുൾപ്പെടെ നിരവധി ചിത്രങ്ങളിലും ശബ്ദം ഉപയോഗിച്ചു. ഹിന്ദി കൂടാതെ മാതൃഭാഷയായ ബംഗാളി, മറാഠി, ആസാമീസ്, ഗുജറാത്തി, കന്നഡ, ഭോജ്പുരി, മലയാളം, ഒറിയ എന്നീ ഭാഷകളിലും പാടിയിട്ടുണ്ട്. 1975 അയോധ്യ എന്ന സിനിമയിൽ ABCD ചേട്ടൻ കേടി അനിയനു പേടി അടി ഇടി പിടി എന്ന ഗാനം ആലപിച്ചുകൊണ്ട് കിഷോർ കുമാർ മലയാള ചലച്ചിത്ര രംഗത്തും തന്റെ സാന്നിധ്യം അറിയിച്ചു. മികച്ച പിന്നണി ഗായകനുള്ള അവാർഡിന് 8 തവണ കിഷോർ കുമാർ അർഹനായിട്ടുണ്ട്. ആദ്യത്തെ സൂപ്പർ താരം എന്ന് പറയുന്നത് ഹിന്ദിയിൽ ആദ്യത്തെ സൂപ്പർ താരം ആരായിരുന്നു? പണ്ട് പ്രശസ്തനായ ഗുരുദത്തായിരുന്നു. പിന്നീട് കുറേ സൂപ്പർ താരങ്ങളുണ്ടായി. അതിലൊരു സൂപ്പർ താരമായ രാജേഷ് ഖന്ന, പിന്നീട് ഇപ്പോഴും സൂപ്പർ താരമായി നിൽക്കുന്ന അമിതാഭ് ബച്ചൻ, ദേവാനന്ദ് തുടങ്ങിയ പ്രശസ്ത സൂപ്പർ താരങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പാടിയ ഗാനങ്ങൾ നിത്യഹരിത ഗാനങ്ങളായി നിലകൊള്ളുന്നു. ഇതിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട് കിഷോർ കുമാറിന്റെ. കിഷോർ കുമാറാണ് ഈ യോഡലിംഗ് സ്റ്റൈൽ. യോഡലിംഗ് എന്ന് പറയുന്നത് പാശ്ചാത്യ സംഗീത രംഗത്ത് വെസ്റ്റേൺ മ്യൂസിക് സ്റ്റൈലാണ്. അത് പാടി കേൾപ്പിക്കാം. ഈ യോഡലിംഗ് കിഷോർ കുമാർ എന്ന ഗായകനാണ് ഇന്ത്യൻ സിനിമയിലേക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ആദ്യ ഗാനങ്ങളിൽ കുറെ യോഡലിംഗ് നിങ്ങൾക്ക് കേൾക്കാം. 1987 ഒക്ടോബറിൽ കിഷോർ കുമാർ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ഇപ്പോഴും ഒഴിവാക്കാൻ പറ്റാത്തതാണ്. ഇപ്പോൾ 2025 ഇറങ്ങിയ ഒരു ഹിന്ദി ചിത്രത്തിൽ
അദ്ദേഹം പാടിയ, അമിതാഭ് ബച്ചന് വേണ്ടി പാടിയ അഭിമന്യു എന്ന ഗാനം ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹം ഒരു ഒഴിവാക്കാൻ പറ്റാത്ത ഘടനയായി ഇന്ത്യൻ സിനിമാ രംഗത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നു. കൂട്ടുകാരെല്ലാവരും കിഷോർ കുമാറിന്റെ ഗാനങ്ങൾ കേൾക്കുക, കേട്ട് ആസ്വദിക്കുക. വീണ്ടും കാണാം.